വർക്ക് ചെയ്യിപ്പിച്ചോക്കെ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു റീസ്റ്റോറേഷൻ വീഡിയോ ആണ്. എന്തിൻ്റെ ആണെന്നല്ലേ, ഇത് ഒരു ഹിറ്റാച്ചിയുടെ റീസ്റ്റോറേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഒട്ടും വർക്കിംഗ് അല്ല എന്നാണ് തോന്നുന്നത്. എന്താണ് പ്രശ്നമൊന്നും അറിയില്ല. നമുക്ക് എന്തായാലും വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ പണി തുടങ്ങുന്നതിന് മുമ്പ് പണി തീരും തോന്നുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. കാരണം ഇതിൻ്റെ പുറത്ത് ഒരുപാട് ഡസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഏകദേശം എല്ലാം നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊന്ന് ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം. എന്നാലേ ഇതിനെന്താണ് പ്രശ്നം എന്നൊന്നും അറിയാൻ പറ്റുള്ളൂ. പക്ഷേ അതിനും ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഒരു ബാറ്ററിയുടെ കേസ്, അതായത് നമ്മൾ ഈ റിമോട്ടിൽ നമുക്ക് ബാറ്ററി ഇടുന്ന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ക്ലാവും തുരുമ്പും പിടിച്ച് നല്ല ഡാമേജ് ആയിരിപ്പുണ്ട്. അതുകൊണ്ടിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത് AA ബാറ്ററിയാണ്. നമ്മൾ 1.5ൻ്റെ AA ബാറ്ററിയാണ് ഇതിലിട്ടുന്നത്. അപ്പോൾ അതിട്ട് കഴിഞ്ഞാലും വർക്ക് ചെയ്യണമെന്നൊരു ഗ്യാരണ്ടി ഇല്ല. കാരണം അതെല്ലാം ഡാമേജ് ആയിരിക്കുമല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഡയറക്റ്റായിട്ട് നമുക്ക് ഇതിലൊന്ന് പവർ കൊടുത്ത് നോക്കാം. അപ്പോൾ അറിയാം. അപ്പോൾ നമ്മുടെ പവർ കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 3.7 വോൾട്ടേജിൻ്റെ 2 ബാറ്ററി നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏകദേശം ആവശ്യം 4 ബാറ്ററിയാണ്. അപ്പോൾ ഒരു 6 വോൾട്ട്, അതെ 6 വോൾട്ട് വേണ്ടി വരും. അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഒരു 6 വോൾട്ട് 6.5 വോൾട്ടൊക്കെ കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് പവർ സപ്ലൈ കൊടുക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ സ്ക്രൂസ് എല്ലാം നമുക്കൊന്ന് അഴിച്ചെടുക്കാം. കുറച്ച് ടൈറ്റാണ്, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നമ്മുടെ ഡയറക്റ്റായിട്ട് നമുക്ക് പവർ സപ്ലൈ കൊടുക്കാനുള്ള 2 വയറും കാണാം. അപ്പോൾ അവിടെ നമുക്ക് പവർ സപ്ലൈ ഒന്ന് കൊടുത്തു നോക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഗൈസ്, നമ്മളിത് കൊടുക്കുമ്പോൾ സ്പാർക്ക് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇതിലിപ്പോൾ ബാറ്ററി കൊടുത്ത സമയത്ത് സ്പാർക്ക് ഒന്ന് സ്ഥിതിക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം കാണുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അതുകൂടെ ഒന്ന് പൊളിച്ചെടുക്കാം. ആവേശം കുറച്ച് കൂടിയെന്നോ. ഇനി നമുക്കിതിൻ്റെ ഗിയർ ബോക്സ് ഇളക്കിയെടുക്കാം. സ്ക്രൂ എല്ലാം ഓൾറെഡി ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മോട്ടറിനെ ഇളക്കി, അതെ നല്ല ജാമാണ്, 2 മോട്ടറും സെയിം അവസ്ഥ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മോട്ടറിനൊന്ന് ഇളക്കിയെടുത്ത് നോക്കാം. മിക്കവാറും ഇതിനകത്ത് തുരുമ്പ് കാണും. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ആദ്യം. പിന്നെ ഒന്ന് ഊരിയെടുത്തേക്കാം. ഇതിൻ്റെ ഉള്ളിൽ വേറെ പ്രശ്നമൊന്നും കാണാനില്ല, ഷാഫ്റ്റിലും പ്രശ്നമില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബോട്ടമിലായിരിക്കും പ്രശ്നം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് വരുമ്പോൾ എന്ന് നന്നായിട്ട് ജാമായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിനൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ റെഡിയാവേണ്ടതാണ്. ജസ്റ്റ് ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും, വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു നോക്കാം. ഇതും വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കിനി അടുത്ത പണി നോക്കേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ 1ാമത്തെ മോട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2ാമത്തെ മോട്ടറിനും സെയിം പ്രോബ്ലം ആവാനാണ് സാധ്യത. നമുക്ക് അതും ഒന്ന് പൊളിച്ച് നോക്കാം. മോട്ടറും ഇളക്കിയപ്പോൾ സെയിം പ്രോബ്ലം തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് അതിനെയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് 2 മോട്ടർ നന്നായിട്ട് ക്ലോസ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതുകൂടെ വർക്ക് ചെയ്യിച്ച് നോക്കാം. ഓക്കെ, നമ്മൾ 2 മോട്ടർ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മളിതിൻ്റെ വയർ കണക്ഷനൊന്നും ഡീസോൾഡർ ചെയ്യാത്തത് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത് കണക്ഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ തന്നെ ധാരാളം. നമ്മുടെ 2 മോട്ടർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ മോട്ടർ ഉണ്ടെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ഈ ഒരു അപ്പർ ബോഡി പാർട്ട് വർക്ക് ചെയ്യാനുള്ള മോട്ടറാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ നിന്ന് 2 വയർ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അതിലോട്ടൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം. സെയിം പ്രോബ്ലം, സ്പാർക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ പാർട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു പാർട്ട് ഇളക്കിയെടുക്കാം. ഇനിയും ഒരു പാർട്ട് കൂടെ ഉണ്ട്, അതുകൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം.
അടുത്തത്. അപ്പോൾ അത് ഇതിനകത്തും ഒരു മോട്ടറുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂ ഒന്ന് അഴിച്ച് നോക്കാം. ഇതിനകത്ത് മൊത്തം സ്ക്രൂ ആണല്ലോ. ഇതെല്ലാ പാർട്സും തിരിച്ച് ഇതേപോലെ വെക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. ഒക്കെ അപ്പോൾ നമുക്ക് ഈ മണ്ണ് മാന്തി അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ സ്ക്രൂ ഇളക്കണമെങ്കിൽ ഒരു കാര്യം കാണിച്ചു തരാം. സീറ്റ് ഇതേപോലെ തിരിച്ചാൽ മതി, സ്ക്രൂ കാണാം. അങ്ങനെ നമ്മൾ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മോട്ടറിൻ്റെ ഗതി എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു, അത് കുഴപ്പമില്ല, ഇപ്പോൾ കറങ്ങുന്നുണ്ട്. ഇത് നമുക്ക് എന്തായാലും ഇതിനെ കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിയുടെ കണക്ഷൻ കൊടുക്കാം. ഓക്കെ, നമ്മുടെ എല്ലാ മോട്ടർ റെഡിയായി. ഇത് നമുക്ക് ഇളക്കിയ സാധനങ്ങളെല്ലാം അതേപോലെ തിരിച്ച് കണക്ട് ചെയ്ത് കൊടുക്കാം. കേസപ്പോൾ നമ്മളങ്ങനെ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ എല്ലാം അടച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു ബോർഡ് നമുക്ക് ഇതിലോട്ട് തന്നെ തിരിച്ച് സ്ക്രൂ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പുറമേ കാണുന്ന ആ ഒരു ചെറിയ തുരുമ്പ് മാത്രമേ ഉള്ളൂ, അല്ല സ്വിച്ച് എല്ലാം വർക്കിംഗ് ആണ്. ചെക്ക് ചെയ്തപ്പോൾ അങ്ങനെയാണ് കണ്ടെത്താനായത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊരു സ്ക്രൂ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോർഡ് ഇതിൽ നമ്മൾ സ്ക്രൂ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററി ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം 2 വയറും ഉള്ളിലോട്ടൊന്ന് എടുക്കാം. ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവും കറക്റ്റായിട്ടൊന്ന് കണക്ട് ചെയ്ത് ഇൻസുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കി വയറെല്ലാം അറേഞ്ച് ചെയ്ത് പുറത്തോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ക്യാപ്പും കൂടെ അടച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ബാറ്ററി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇപ്പോഴത്തെ ഒരു ആവശ്യത്തിന് മാത്രം, അതായത് നമ്മളൊരു ഹിറ്റാച്ച് വർക്ക് ചെയ്യാൻ കണക്കിന് മാത്രമേ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളൂ. കാരണം നമുക്കിനി ഇതൊന്ന് നമ്മുടെ ബാറ്ററിയുടെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു സ്പ്രിങ്ങും കാര്യങ്ങളെല്ലാം ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്കിത് സാധാരണ ബാറ്ററി ഇട്ട് യൂസ് ചെയ്യുന്ന വിധത്തിലാക്കാം. ഇല്ലെങ്കിൽ നമുക്കിതിന് റീചാർജബിൾ ആക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഈ ബാറ്ററി ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ നമുക്കിതൊന്ന് അടച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ എല്ലാം കണക്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഗായ്സ്, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കഴിച്ചപ്പോൾ നമ്മൾ റെഡിയാക്കി നമ്മുടെ റീസ്റ്റോർ ചെയ്ത് നമ്മുടെ ഒരു ഹിറ്റാച്ച് ഇത്ര നന്നായിട്ട് വർക്ക് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ. ഞാനിത്രയും പ്രതീക്ഷിച്ചില്ല. എന്നാലും ഇത് കൊണ്ടുവന്നപ്പോൾ ഒട്ടും വർക്കിംഗ് അല്ലായിരുന്നു. നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണുള്ളൂ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾക്ക്. നമ്മളൊന്ന് മനസ്സ് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇതേപോലെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാന്നുള്ളൂ. വർക്ക് ചെയ്യിപ്പിച്ചോക്കെ റിവേഴ്സ്. അപ്പോൾ നമ്മുടെ ഹിറ്റാച്ച് റീസ്റ്റോറേഷൻ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.